നേരത്തെ എം എം മണി പറഞ്ഞതിന് ഡീൻ കുര്യാക്കോസ് മറുപടി പറയാതെ വിടുമെന്ന് കരുതേണ്ട. ഡീൻ കുര്യാക്കോസ് നല്ല മറുപടി തന്നെ കൊടുത്തിരിക്കുകയാണ്. സ്ഥിരമായി തനിക്കെതിരെ ഇത്തരം ഭാഷാ പ്രയോഗങ്ങൾ നടത്തുന്നയാളാണ് എം എം മണി. നാടൻ പ്രയോഗം എന്ന് പറഞ്ഞ് എം എം മണി പറയുന്നതെല്ലാം നാട്ടിലുള്ളവർ കേൾക്കണോ എന്നാണ് ഡീൻ കുര്യാക്കോസ് തിരിച്ചു ചോദിക്കുന്നത്. തെറി അഭിഷേകം നടത്തി ശ്രദ്ധ തിരിച്ചുവിടാനാണ് എം എം മണിയുടെ നീക്കം. സാംസ്കാരിക നായകരും മാധ്യമപ്രവർത്തകരും എം എം മണിക്ക് വിശുദ്ധ പദവി നൽകുകയാണ് എന്നൊക്കെയാണ് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു വെക്കുന്നത്. ഡീനിന്റെ പ്രതികരണം കേൾക്കാം ചൂടോടെ. അദ്ദേഹം സ്ഥിരമായി എനിക്കെതിരെ ഈ വിധത്തിലുള്ള ഭാഷാ പ്രയോഗങ്ങൾ നടത്താറുള്ളയാളാണ്. നാടൻ പ്രയോഗങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എം എം മണി പറയുന്ന മുഴുവൻ പൊലയാട്ടുകളും നാട്ടിലുള്ള മുഴുവൻ ആളുകളും കേട്ടുകൊള്ളണം എന്നുള്ളതാണ് കേരളത്തിലെ സാംസ്കാരിക നായകരുടെയും മാധ്യമപ്രവർത്തകരുടെയും സ്ഥിരമായിട്ടുള്ള ഒരു ശൈലി. ഈ വിധത്തിൽ എന്നെ തെറിയഭിഷേകം നടത്തി ശ്രദ്ധ തിരിച്ചു വിടാമെന്ന് വിചാരിച്ചാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല. കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ, അതോടൊപ്പം മാധ്യമപ്രവർത്തകർ എം എം മണിക്ക് എന്തോ വിശുദ്ധ പദവിയുണ്ട് എന്നുള്ള തരത്തിലാണ് അദ്ദേഹത്തിന് ചില പ്രത്യേക ലൈസൻസുകൾ അനുവദിച്ചു കൊടുത്തിട്ടുള്ളത്. സന്ദീപ് രാജാക്കാട് നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. കോഫീദ് സുജയിൽ. സന്ദീപ് രാജാക്കാട്, എം എം മണി പറഞ്ഞതിന് അതേ നാണയത്തിൽ തിരിച്ചടിക്കുകയാണ് സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എംപിയുമായ ഡീൻ കുര്യാക്കോസ്. എം എം മണിയെ ഇനി അങ്ങനെ എന്തും പറഞ്ഞു പോകാമെന്ന് വെറുതെ വിടേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണോ ഡീൻ? സുജയപാർവതി, അത്തരത്തിൽ തന്നെയാണ്. എം എം മണി പറഞ്ഞതിന് കൃത്യമായ മറുപടി വളരെ വേഗത്തിൽ തന്നെയാണ് ഇപ്പോൾ ഡീൻ കുര്യാക്കോസ് നൽകിയിരിക്കുന്നത്. അതിൽ ഒന്ന് രണ്ട് പരാമർശങ്ങൾ കുറിക്കുകൊള്ളുന്നതാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇടുക്കി ജില്ലയിലെ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾക്ക് കാരണമായി നിൽക്കുന്ന ഈ ബഫർ സോൺ വിഷയം അടക്കമുണ്ടായിരുന്നപ്പോൾ അതിന് ചുക്കാൻ പിടിച്ചിരുന്നത് എം എം മണിയാണ്. അക്കാര്യത്തിൽ എം എം മണി പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. അതിന് തന്നെ തെറി പറഞ്ഞുകൊണ്ട്, അത് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമ്പോൾ തന്നെ തെറി പറഞ്ഞുകൊണ്ട് ആളുകളുടെ ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു നീക്കമാണ് എം എം മണി നടത്തുന്നത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇത് നിരന്തരമായി തനിക്കെതിരെ ഇത്തരം തെറിയഭിഷേകങ്ങൾ എം എം മണി നടത്തുന്നു എന്ന ഡീൻ കുര്യാക്കോസ് ആരോപണം ഉന്നയിക്കുന്നുമുണ്ട്. ഒപ്പം ഈ പറയപ്പെടുന്ന നാടൻ ഭാഷ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുമ്പോൾ അതിനെ വാഴ്ത്തുന്നവർ ചിലരുണ്ട്. ഒപ്പം തന്നെ സാംസ്കാരിക നായകന്മാരടക്കം ചില ലൈസൻസ് പ്രത്യേകമായി ഇത്തരം ഭാഷാ പ്രയോഗങ്ങൾക്ക് എം എം മണിക്ക് നൽകിയിട്ടുള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നത്. എന്തായിരുന്നാലും അതൊന്നും കേൾക്കേണ്ട ബാധ്യത ഈ കേരളത്തിലെ ജനങ്ങൾക്കുണ്ടോ എന്നുള്ള ചോദ്യവും ഡീൻ കുര്യാക്കോസ് ചോദിച്ചു വെക്കുന്നുണ്ട്. എന്തായിരുന്നാലും ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വിശദമായി തന്നെ ചർച്ച ചെയ്യപ്പെടും. എം എം മണിയുടെയും അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും സർക്കാരിൻ്റെയും വിലയിരുത്തലുകൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. ആ തെരഞ്ഞെടുപ്പിലെ വിലയിരുത്തൽ കൂടിയായി അതിനു വേണ്ടിയിട്ടുള്ള ചർച്ച ചെയ്യലാക്കി ഇത്തരം പരാമർശങ്ങളെ മാറ്റുമെന്നും ഡീൻ കുര്യാക്കോസ് പറയുന്നുണ്ട്. ഈ എം എം മണി പറഞ്ഞതൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽ വരികയാണെങ്കിൽ, സ്ഥാനാർത്ഥിയെ വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ എന്ന് വിലയിരുത്തുകയാണെങ്കിൽ അത് നടപടികളിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും ഇത്തരം പരാമർശങ്ങൾ പാടില്ല എന്ന് കൃത്യമായി തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞതാണ്, വ്യക്തമാക്കിയതാണ്. അത് ഏത് രീതിയിലാണ് ഇനി അങ്ങോട്ട് കോൺഗ്രസ് ഉപയോഗിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്.